ഒന്ന് രാജാക്കന്മാർ അധ്യായം 1. സോളമൻ കിരീടാവകാശി. 1 മുതൽ 27 വരെ വാക്യങ്ങൾ. ദാവീദ് രാജാവ് വൃദ്ധനായി. പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. അവർ അവനോട് പറഞ്ഞു, യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ. അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ. അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിലെങ്ങും അന്വേഷിച്ചു. ശൂനാംകാരി അബിഷാഗിനെ കണ്ടെത്തി അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു. എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല. അക്കാലത്ത് ഹഗീദിൻ്റെ മകൻ അദോനിയ താൻ രാജാവാകുമെന്ന് വൻപ് പറഞ്ഞു. അവൻ രഥങ്ങളെയും കുതിരക്കാരെയും 50 അകമ്പടിക്കാരെയും ഒരുക്കി. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല. അബ്സലോമിന് ശേഷം ജനിച്ച അവനും അതികോമളനായിരുന്നു. അവൻ സെരൂയയുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അബിയാഥറിനോടും ആലോചിച്ചു. അവർ അവന് പിന്തുണ നൽകി. എന്നാൽ പുരോഹിതൻ സാദോക്ക്, യഹോയാദയുടെ മകൻ ബെനായ, പ്രവാചകൻ നാഥാൻ, ഷിമേയി, റേയി എന്നിവരും ദാവീദിൻ്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവൻ്റെ പക്ഷത്ത് ചേർന്നില്ല. ഒരു ദിവസം അദോനിയ എൻറോഗേൽ അരുവിയുടെ സമീപത്തുള്ള സോഹലത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെഴുത്ത കാലികളെയും ബലിയർപ്പിച്ചു. ബലിയോടനുബന്ധിച്ച് വിരുന്നിന് ദാവീദ് രാജാവിൻ്റെ പുത്രന്മാരായ തൻ്റെ എല്ലാ സഹോദരന്മാരെയും യൂദായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ നാഥാൻ, ബെനായ, രാജാവിൻ്റെ അംഗരക്ഷകരായ യോദ്ധാക്കൾ, തൻ്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല. സോളമൻ്റെ അമ്മ ബേത്ശെബായോട് നാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനനായ ദാവീദ് അറിയാതെ ഹഗീദിൻ്റെ മകൻ അദോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ? നിന്റെയും നിന്റെ പുത്രൻ സോളമൻ്റെയും ജീവൻ രക്ഷിക്കാൻ എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക, എൻ്റെ യജമാനനായ രാജാവേ, എൻ്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദോനിയ രാജാവായിരിക്കുന്നത്? നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം. ബേത്ശെബ ശയനമുറിയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. ശൂനാംകാരി അബിഷാഗ് വൃദ്ധനായ അവനെ പരിചരിക്കുകയായിരുന്നു. ബേത്ശെബ രാജാവിനെ താണുവണങ്ങി. എന്താണ് നിന്റെ ആഗ്രഹം? രാജാവ് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, യജമാനനെ, എൻ്റെ മകൻ സോളമൻ അങ്ങേക്ക് ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ. ഇപ്പോഴിതാ അദോനിയ രാജാവായിരിക്കുന്നു. യജമാനനായ രാജാവ് ഇതറിയുന്നുമില്ല. അവൻ കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അബിയാഥറിനെയും സേനാനായകൻ യോവാബിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല. എൻ്റെ യജമാനനായ രാജാവേ, അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ്. അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എൻ്റെ മകൻ സോളമനെയും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും. അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നു വന്നു. അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു. നാഥാൻ രാജസന്നിധിയിൽ താണുവണങ്ങി. അവൻ രാജാവിനോട് ചോദിച്ചു, എൻ്റെ യജമാനനായ രാജാവേ, അദോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്ന് കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു. എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അബിയാഥറിനെയും വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു.
അവർ അവനോടുകൂടെ തിന്നു കുടിക്കുകയും അദോനിയ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സാദോക്കിനെയും യഹോയാദായുടെ മകൻ ബെനായായെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല. യജമാനനായ രാജാവിൻ്റെ പിൻഗാമിയായി സിംഹാസനത്തിലിരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടില്ലല്ലോ. ഇക്കാര്യം അങ്ങയുടെ കൽപ്പന അനുസരിച്ചു തന്നെയാണോ നടന്നത്?